ഫൈസൽ ഉദവി, ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അബ്ദുൽ വഹാബ് MP, മുസ്തഫ ഉദവി, മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈൽ, സയ്യിദ് നാസർ ഹൈ തങ്ങൾ, മറ്റ് സാദാത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, ഇവിടെയുള്ള ഉദവികൾ, ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ മഹാനായ നമ്മുടെ ഉസ്താദിന്റെ മക്കൾ, മരുമക്കൾ, മറ്റ് കുടുംബങ്ങളെ, കുണ്ടോട്ടിയിലുള്ള മഹാനവറുടെ ജന്മനാട്ടിലെ പ്രതിനിധികൾ, മഹാനവറുകൾ നമ്മോട് ഇവിടെ പറഞ്ഞു. നമസ്കാരത്തിന്റെ കുണ്ടോട്ടിയിലും ദാറുൽ ഹുദയിലും ഉണ്ടായിരുന്ന ആ ജനപ്രവാഹം തന്നെ മഹാനവറുകളുടെ മഹത്വവും മഹാത്മ്യവും ആണ് നമ്മെ മനസ്സിലാക്കുന്നത്. ഏറ്റവും വലിയ ഒരു പണ്ഡിത തേജസ്സായിരുന്നു. ഒരു പണ്ഡിതൻ അവരുടെ മൗത്ത് ലോകത്തിന്റെ തന്നെ മൗത്താണ് എന്ന ആ വാക്യം അക്ഷരം പ്രതി നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ നാട്ടിലും മറ്റ് ജില്ലകളിലും സംസ്ഥാനത്തും പുറം നാടുകളിലുമെല്ലാം തന്നെ ദുഃഖം നിറഞ്ഞ ഒരു ദിനമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ അവിടുത്തെ ആ ജീവിതം ജനങ്ങൾക്ക് വേണ്ടി, ഈ സമുദായത്തിന് വേണ്ടി എല്ലാ നിരക്കും സമർപ്പിച്ച ഒരു വലിയ പണ്ഡിത ബദിരായിരുന്നു. ധാരാളം വിശേഷണങ്ങളും പ്രത്യേകതകളും അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാനും പകർത്താനുമുണ്ട്. എല്ലാ ആളുകളോടും വളരെ എളിമയോടുകൂടി പെരുമാറിയിരുന്ന ആ ജീവിതം, അവിടുത്തെ പെരുമാറ്റം നമുക്കെല്ലാം പകർത്താൻ ഉതകുന്ന ഒരു ശൈലിയായിരുന്നു. അതുപോലെ തന്നെ ഏതൊരു മസലയും, ഏതൊരു മഹല്ലിലെ എന്തെങ്കിലും തർക്കങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ എല്ലാവരും അങ്ങോട്ടായിരുന്നു എത്തിക്കുന്നത്. അവിടെ എത്തിയാൽ ഏത് കുഴഞ്ഞു മറിഞ്ഞ കാര്യമാണെങ്കിലും പരിഹരിക്കാതെ വന്ന ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എല്ലാം പരിഹരിക്കുവാൻ മഹാനവർക്ക് അല്ലാഹു തൗഫീഖ് നൽകിയത്. അതേപോലെ തന്നെ നമ്മുടെ ഉഷാറ, അതേപോലെ തന്നെ മറ്റ് ധാരാളം ഉപദേശങ്ങൾ അവിടെ നിന്ന് നൽകാറുണ്ടായി. ഓരോ ആളുകൾക്കും, മാലിന്യങ്ങൾക്കാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ആളുകൾക്ക് എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യാൻ അദ്ദേഹം താല്പര്യം കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ജാമിയ അതിന്റെ കമ്മിറ്റി യോഗങ്ങളെല്ലാം തന്നെ വരുമ്പോൾ ആര് തന്നെ എന്ത് അഭിപ്രായം പറയുകയാണെങ്കിലും ശരിക്കും അത് കേട്ട് മനസ്സിലായിക്കൊണ്ട് അതിന്റെ ശർഈയായ വശം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആരുടെ മുഖത്തും നോക്കിക്കൊണ്ട് ആ കാര്യം പറയാൻ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് എണ്ണി പറയുവാൻ. ഒരു സ്ഥലം, ആ സ്ഥലം വഖഫാണെങ്കിൽ ഏത് വിധത്തിലാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്, അതേപോലെ തന്നെ
അതിന്റെ പിൻഗാമികൾ ആരാണ്, ഇതെല്ലാം മനസ്സിലായിക്കൊണ്ട് നമുക്ക് വലിയ വലിയ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമായിരുന്നു ഓരോ സ്ഥാപനത്തിലും കൂടുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മൗനത്തുൽ ഇസ്ലാം സഭ അവിടെ വന്നുകൊണ്ട് വലിയ വലിയ ഒരു സഹായമായിക്കൊണ്ട് നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തുറന്നു പറയുകയും അവസാനമായിക്കൊണ്ട് ആ കാര്യങ്ങളെല്ലാം ശരിയായ രൂപത്തിലൂടെ പരിഹരിച്ച് അളന്നു മുറിച്ച് കാണിച്ചതാണ് മഹൽ വ്യക്തിത്വമായി. ഇനി ഇവിടുത്തെ കാര്യം പറയേണ്ട ആവശ്യമില്ല. മഹാനായ മർഹൂം നമ്മുടെ സുന്നി മഹല്ല് ഫെഡറേഷന്റെയും മറ്റും സംവിധായകൻ, അതേപോലെ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ആ സംവിധായകൻ മർഹൂം എം ബഷീർ മുസ്ലിയാർ, അവരുടെ നിര്യാണത്തിന് ശേഷമാണ് മഹാനവറുകൾ ചെമ്മാട് മുദരിസായിക്കൊണ്ട് പിന്നീട് ഇങ്ങോട്ട് ഇതിന്റെ സ്ഥാനം ദാറുൽ ഹുദയിൽ ഏറ്റെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മഹാനായ നമ്മുടെ എല്ലാം ഉസ്താദായ ഉസ്താദിന്റെ സാത്തി ഷെയ്ഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹു, നമ്മുടെ ഉസ്താദിന്റെ ജീവിതകാലത്ത് തന്നെ ഇനി വരാനിരിക്കുന്ന സമസ്തയുടെ സാരഥി ആരായിരിക്കുമെന്ന് മാനവർ സൂചിപ്പിക്കുകയുണ്ടായി. ആ സൂചന അല്പം പോലും വ്യത്യാസമില്ലാതെ അക്ഷരം പ്രതി അത് ഇവിടെ യാഥാർത്ഥ്യമായി മാനവകൾ സംസ്ഥയുടെ നേതൃത്വത്തിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കഴിവുകളും ഒത്ത ആളാണ് എന്ന് ദീർഘദൃഷ്ടിയോടുകൂടി തന്നെ മഹാന്മാർ നമുക്ക് കാണിച്ചു തരും. ഉസ്താദ് അങ്ങനെ എല്ലാവരും അങ്ങനെയുള്ള ഒരു വലിയ നിറഞ്ഞ വിജ്ഞാനത്തിന്റെ നിറകുടമായിരുന്നു മഹാനവർ. അതേപോലെ തന്നെ അദ്ദേഹം സ്വന്തം വീട്ടുകാരെ വളരെയധികം സഹായിച്ചിരുന്നു. അപ്പോൾ നാട്ടിൽ തന്നെ ലാക്കുന്നു സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി എല്ലാം തന്നെ പീടികയിലും മറ്റും പോയിരുന്ന ആ കാര്യങ്ങളും നമുക്ക് ഓർക്കാവുന്നതാണ്. അധികമായൊന്നും അതിനെപ്പറ്റി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ഒരു എളിമയുടെ ജീവിതമായിരുന്നു നമുക്ക് കാണിച്ചു തന്നത്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം പ്രതിസന്ധി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് വിവാദങ്ങളുണ്ടെങ്കിൽ എല്ലാം തന്നെ പെട്ടെന്ന് അങ്ങ് അതിന് പരിഹാരം കണ്ടിരുന്നില്ല. എല്ലാവരോടും മുഷാവറ ചെയ്ത് ആലോചിച്ച് അതിനുശേഷം നല്ല ഒരു പരിഹാരമായിരുന്നു എപ്പോഴും കണ്ടിരുന്നത് എന്ന് എല്ലാ മേഖലയിലേക്കും എത്തി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. അതേപോലെ നമ്മുടെ ഇവിടെയുള്ള അദ്ദേഹത്തിന്റെ മക്കളുടെ ഒരു സംരംഭം തുടങ്ങുവാൻ വേണ്ടി എന്നെ ഫോണിൽ വിളിച്ചു. എനിക്കാണ് കുറെ അധികം പരിപാടിയുണ്ട്. അപ്പൊ ഉസ്താദിൽ പറയുന്നത് അങ്ങനെയാണ് ഒഴിവാകുവാന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ 2-3 പരിപാടിയുള്ള ആ ദിവസം അവർക്ക് ഒഴിവാക്കിക്കൊണ്ടാണ് ആ പരിപാടിക്ക് വേണ്ടി ഞാൻ പോയത്. അപ്പോൾ നമ്മുടെ വഹാബും അതുപോലെ തന്നെ മറ്റ് ഉലമാക്കളും ഉമ്മാറാക്കളും സാദാത്തുക്കളും എല്ലാം തന്നെ അതിൽ പങ്കെടുത്തിരുന്നു. ആ മക്കളുടെ അഭിലാഷം സാക്ഷാത്കരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം മക്കളോട് വളരെയധികം താല്പര്യമുള്ള വാത്സല്യത്തോടു കൂടി തന്നെ കഴിഞ്ഞുകൂടിയ ഒരു മഹാനായിരുന്നു. അതുപോലെ തന്നെ എന്റെ മകന്റെ കല്യാണം ഉണ്ടായപ്പോൾ എന്റെ മകൻ തന്നെ മഹാനവറുകളെ പോയി കണ്ടു. അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസം മുമ്പ് ഉസ്താദും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളും എല്ലാം തന്നെ എന്റെ വീട്ടിൽ വന്നു. പിന്നെ നിക്കാഹിനും വരികയുണ്ടായി. അത്രയും വലിയ ഒരു ഒന്നുമായിരുന്നു.
എന്റെ വാപ്പയുമായിക്കൊണ്ടും ജ്യേഷ്ഠനുമായിക്കൊണ്ടും ഉമ്മറേഷ്യാപ്തങ്ങളുമായിക്കൊണ്ടുമെല്ലാം ഒരു വലിയ ബന്ധമായിരുന്നു അവിടുത്തെ ഉണ്ടായിരുന്നത് എന്ന് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഒരു വലിയ നഷ്ടമാണ് സംഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ അവർ മുൻകൂട്ടി തന്നെ എവിടെയാണ് ജനാസ ഖബർസ്ഥാനും മഖ്ബറ എന്ന് മുൻകൂട്ടി കണ്ട് അത് ദാറുൽ ബാബുട്ടിയാജിയുടെ തൊട്ടടുത്ത് തന്നെ ആവണമെന്ന് മനസ്സിലാക്കി അങ്ങനെ കുട്ടികളോടെല്ലാം പറഞ്ഞുകൊണ്ടാണ് അത് ഇവിടെ വളരെയധികം നമുക്ക് ഫലവത്തായി എപ്പോഴും വരാനും ദുആയിരിക്കുവാനും സാധിച്ചു. ഇതൊക്കെ മുൻകൂട്ടി കണ്ട ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു മഹാനവർ. പിന്നെ ഏതൊരു കാര്യമുണ്ടെങ്കിലും എന്നോട് ആ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുകയും അവിടെ വന്ന് പറയുകയും ചെയ്യാറുണ്ടായിരുന്നു. ഉള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത് യാഥാർത്ഥ്യമായി ആ കാര്യങ്ങളെല്ലാം ശരിക്കും നമുക്കിവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ധാരാളം പണ്ഡിതന്മാർ, പണ്ഡിത തറവാടായിരുന്നു അദ്ദേഹത്തിന്റെ. അതേപോലെ എല്ലാ പണ്ഡിതന്മാരോടും അകമഴിഞ്ഞുകൊണ്ട് കൂട്ടായ്മയോടുകൂടിയുള്ള ഒരു സഹവാസമായിരുന്നു മഹാനവർക്കുണ്ടായിരുന്നു. അല്ലാഹു അവർക്ക് മർഹമത്തും മാർത്തും നൽകുമാറാകട്ടെ. അവരുടെ ദറജ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. ഇവിടെ മൺമറഞ്ഞ് കിടക്കുന്ന ഉസ്താദിന്റെയും അതുപോലെ തന്നെ ബാബുട്ടിയാജിയുടെയും എല്ലാം തന്നെ എല്ലാ ഖബറിനെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിലുള്ളത് പോലെ തന്നെ ഇന്നും അദ്ദേഹം നമ്മുടെ ദാറുൽ ഹുദയുണ്ട് ഉണ്ട് എന്ന ഇതുപോലെ തന്നെ നമുക്കിവിടെ പല കാര്യങ്ങളും നിർവഹിക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാർ ഷെയ്ഖുനെ അനുസ്മരിക്കുകയാണ്. കുറഞ്ഞ സമയങ്ങളിലായി ബഹുമാനപ്പെട്ട ഈ സദസ്സിന്റെ അധ്യക്ഷൻ ഉസ്താദ് ബഹാഉദ്ദീൻ നദീവി അവരുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. മഹാന്മാരായ സാദാത്തുമാരെ, പണ്ഡിതന്മാരെ, പൗരപ്രമുഖരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സമസ്തയുടെയും കീഴടങ്ങളുടെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെയും ഒക്കെ പ്രസ്ഥാന ബന്ധുക്കളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം ഒരു സാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. സമയം പരിമിതമായതുകൊണ്ട് കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല. മഹാന്മാരായ ഉസ്താദ് എം എം ബഷീർ മുസ്ലിയാർ, ഉസ്താദ് സി എച്ച് ഐദറൂസ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഡോക്ടർ യുബാപ്പുട്ടി ഹാജി, ഇവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പരലോകത്തെ ഉന്നത പദവികളും നൽകുമാറാകട്ടെ. 31 വർഷമായി ദാറുൽ ഹുദയുമായി സഹായിച്ചും സഹകരിച്ചും കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ ജീവിതങ്ങളിലൊക്കെ മറ്റു കാര്യങ്ങളിലൊക്കെ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ജന്നാത്തുൽ ഫിർദൗസും കനിഞ്ഞാകട്ടെ. തുടർന്നും മഹത്തായ സ്ഥാപനവുമായി സഹകരിക്കാനും സഹസഞ്ചാരം നടത്താനും നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ലൈൻ മാത ഖൗമൻ ബഅദ ഇൽമിൻ വതആത്തിൻ ഫദിക്റുഹും ഫിന്നാസി ലൈസ യമൂതു ലഖദ് നതഖത് ആഥാറുഹും ബഅദ മൗതിഹിം ബിഫദ്ലിഹിം വൽ ജാഹിലൂന സുകൂതു. പണ്ഡിതന്മാർ ഇൽമും അമലും ആത്മാർത്ഥമായി നിർവഹിച്ച് മരിച്ചുപോയാൽ ഫദിക്റുഹും ഫിന്നാസി ലൈസ യമൂതു, ജനസഞ്ചയത്തിലുള്ള അവരുടെ സ്മരണ അസ്തമിച്ചു പോവുകയില്ല. ലഇൻ മാത ഖൗമൻ ബഅദ ഇൽമിൻ വതആത്തിൻ ഫദിക്റുഹും ഫിന്നാസി ലൈസ യമൂതു. ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആ കാര്യങ്ങൾ ചെയ്യണം. അതിനെ ഇൽമ ഇബാദത്ത് എന്നൊക്കെ പറയും.
ജനങ്ങളെ അംഗീകരിക്കാൻ വേണ്ടി, സദസ്സിന്റെ മുൻനിരയിൽ നിൽക്കാൻ വേണ്ടി ഒക്കെ ആര് പ്രവർത്തിച്ചാലും അള്ളാഹുവിൽ അതിനൊരു സ്വീകാര്യത ഉണ്ടാവില്ല. വിനയമുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ കഴിയും. ഉസ്താദുകൾ വിനയം കൊണ്ട് തല കുനിഞ്ഞിരുന്ന മഹത് വ്യക്തിത്വമായിരുന്നു എന്ന് കേരളീയരായ മുസ്ലിങ്ങൾക്കൊക്കെ മൻ കാനത്തു സഖീലുഹു യംശി ബിഹാ ഖാദിഅൻ മിഖ്ദാറ അസ്ഖാലി. കനം തൂങ്ങുന്നതിനനുസരിച്ച് അവന്റെ തല താഴോട്ട് കുനിയും. കേരളത്തിലുള്ള എല്ലാ പണ്ഡിതന്മാരും ഉസ്താദിന്റെ അടുത്ത് വന്നിരുന്നു ഫത്വ ചോദിക്കാൻ. ഉസ്താദിന്റെ ബാപ്പ പറഞ്ഞതാണ്, ഈ വാഖിയാത്തിലേക്ക് പോണ്ട, അവിടെ പോയി മടങ്ങി വന്ന ആളുകളെ തന്നെ നിന്റെ അടുത്ത് വരും. അത് സാക്ഷാത്കൃതമായി. ഇഖ്ലാസ് അടിത്തറയാകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നതാണ് ലോക ചരിത്രം. അതുകൊണ്ട് തന്നെയാണ് പരസഹസ്രം ജനങ്ങൾ പത്രമാധ്യമങ്ങളിലൊന്നും വാർത്ത വരാതിരുന്നിട്ടും മഹാനവറുകളുടെ മരണം ഏതെങ്കിലും നിലക്ക് കേട്ടറിഞ്ഞ് അഹമഹമികയ എനിക്കാദ്യം കൊണ്ടോട്ടിയിലെത്തണം, എനിക്കാദ്യം ചെമ്മാട്ടെത്തണമെന്നുള്ള വാശിയോടുകൂടി കൊണ്ടോട്ടിയിലും ചെമ്മാട്ടുമെത്തി ജനാദ നമസ്കാരങ്ങളിൽ പങ്കെടുത്ത് പല ആളുകളും ഒരു നോക്ക് കാണാനുള്ള അത്യധിനിവേശം പോലും സാക്ഷാത്കൃതമാകാതെ ദുഃഖഭാരത്താൽ കുനിഞ്ഞ ശിരസ്സുകളുമായി ഇവിടെ നിന്ന് തിരിച്ചുപോയി. മറവ് ചെയ്യപ്പെട്ട ശേഷം അന്ന് തന്നെ മഗ്‌രിബിന് ശേഷവും ഇശാഇന് ശേഷവുമായി തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ വന്നിരുന്നു. വിവരം അറിഞ്ഞ ഉടനെ പുറപ്പെട്ടു. ഇവിടെ എത്തിയില്ല, ഇപ്പോഴേ എത്തിയുള്ളൂ. പല ആളുകളും പുറപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്നൊക്കെ പുറപ്പെട്ട ആളുകളെ കൊല്ലത്തും ആലപ്പുഴയിലും എറണാകുളത്തും എത്തി തിരിച്ചുപോയി. ജനാദ സംസ്കരണത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ, പിന്നെ സാവകാശം പോയാൽ മതിയല്ലോ എന്ന് കരുതി. അതൊക്കെ പിന്നീട് അവരിവിടെ വന്ന് നമ്മോട് പറയുകയാണ്. ഇങ്ങനെ വളരെ സ്തോഭജനകമായ ഒരവസ്ഥയാണ് നമുക്ക് ഉസ്താദുകളുടെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അള്ളാഹുവിലുള്ള സ്വീകാര്യത, ഇൽമിന്റെ വലിപ്പം, തഖ്വയുടെ ബഹുമതി ആണ് ഇതിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നല്ലോ ഉസ്താദ് അവർ. ദാറുഹുദയുമായി ഉസ്താദുകൾ അടുക്കുന്നത് ചെമ്മാട് വഴി തന്നെയാണ്. 1977 ചെമ്മാട്ട് വന്ന് പിന്നെ തുടർന്ന് നീണ്ട വർഷം അവിടെ ദർസ് നടത്തി. പിന്നീട് 1997 ബഷീർ മുസ്ലിയാർ വഫാത്ത് 1967 ബഷീർ മുസ്ലിയാർ മരിച്ചു ഫെബ്രുവരിയിൽ. അന്ന് മുതൽ ബഷീർ മുസ്ലിയാരായിരുന്നു ആദ്യം പ്രിൻസിപ്പൾ. ആ സ്ഥാനത്ത് ചെമ്മാട് മുദരിസായി കൊണ്ട് തന്നെ ഉസ്താദ് അവർ ദാറുൽഹുദയുടെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് അവരോധിതരായി. പിന്നെ 94 ഹജ്ജ് യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന ദാറുൽഹുദയിൽ സ്ഥിരമായി അങ്ങനെ ദാറുൽഹുദയുമായി ശക്തമായൊരു ഹൃദയബന്ധമായിരുന്നു ഉസ്താദ് അവർക്ക് ഉണ്ടായിരുന്നത്. പുറത്തുള്ള ചില ആളുകളൊക്കെ ദാറുൽഹുദയുമായി ഒരു ദഹനക്കേടുള്ള കാഴ്ചപ്പാടോടുകൂടി വീക്ഷിച്ചിരുന്നപ്പോഴും ഉസ്താദ് അവർ ദാറുൽഹുദയിൽ സ്ഥിരപ്രതിഷ്ഠയോടുകൂടി നിൽക്കാൻ താല്പര്യം കാണിച്ചു എന്നത് ദാറുൽഹുദ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ കഴിയാത്ത ഒരനുഭവമാണ്. പല ആളുകളും വലിയ ശമ്പളവും വലിയ സൗകര്യങ്ങളുമൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് മറ്റു ചില സ്ഥാപനങ്ങളിലേക്കൊക്കെ ക്ഷണിച്ചപ്പോ ഞാനിപ്പോൾ ദാറുൽഹുദയിൽ നിൽക്കുകയല്ലേ, ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നാണ് ഉസ്താദ് അവർ വളരെ വിനയത്തോടുകൂടി അവരോടൊക്കെ മറുപടി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഹൃദയബന്ധമാണ് ഇന്നിവിടെ സാക്ഷാത്കൃതമായതായി നമുക്ക് കാണാൻ സാധിക്കും. 5-6 മാസങ്ങൾക്ക് മുമ്പ് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പോയപ്പോൾ ഉസ്താദുകൾ പറഞ്ഞത് എന്നെ ബാപ്പുട്ടി ഹാജിന്റെ അടുത്ത് മറവ് ചെയ്യണം. ബാപ്പുട്ടി ഹാജിയുടെ ലാളിത്യവും ബാപ്പുട്ടി ഹാജിയുടെ മാതൃകായോഗ്യമായ ജീവിതവും ബാപ്പുട്ടി ഹാജിയുടെ അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാനുള്ള വ്യവസ്ഥാപിതമായ സുചിന്തിതമായ പ്രവർത്തനങ്ങളുമൊക്കെ വളരെ കൗതുകത്തോടുകൂടിയും വളരെ ഗാഢമായ ചിന്തയോടുകൂടിയും നോക്കിക്കാണുകയായിരുന്നു ഉസ്താദ് അവർ. അങ്ങനെയാണ് ആ ഹൃദയബന്ധം അടുത്തടുത്ത് അവർ പരസ്പരം മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത് വരെയും നിരന്തരമായി ബാപ്പുട്ടി ഹാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വരെയും ആ സൗഹൃദം വളർന്നത്. ബാപ്പുട്ടി ഹാജി ചിന്തിച്ച ബഷീർ മുസ്ലിയാരും ആയിദ് മുസ്ലിം മുനവർ അലി ശിഹാബ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അതുപോലെ പിന്നെ ഉസ്താദുകളുമൊക്കെ സഹസഞ്ചാരം നടത്തി മുന്നോട്ട് നയിച്ച ഈ പ്രസ്ഥാനം അൽഹംദുലില്ലാഹ് എന്ന് ഉമ്മത്തിന്റെ കാവൽമാടമായി മാറിയിരിക്കുകയാണ്. മഹല്ലുകാർക്കൊക്കെ ഹുദവികളെ വേണം, ഉസ്താദന്മാർക്കൊക്കെ പെൺകുട്ടികളെ കെട്ടിക്കാണ്ടാകുമ്പോൾ ഹുദവികളെ വേണം. കേരളത്തിന് പുറത്തുള്ള ആളുകൾ ഹുദവികളെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ 1 മാസം മുമ്പ് ഞങ്ങൾ ജീപ്പിലേക്ക് പോയപ്പോൾ അവിടെ മദ്രസ പ്രസ്ഥാനമൊക്കെ മന്ദീഭവിച്ചു വരികയാണ്. അതൊക്കെ സജീവമാക്കാൻ ഹുദവികൾ വേണം.
അൽഹംദുലില്ലാഹ് ഇത് അള്ളാഹു അവന്റെ ദീനിൽ ചെയ്തു കൊടുത്ത ഒരു വളരെ അനുഗ്രഹീതമായ ഒരു സാഹചര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനങ്ങളൊരു പ്രസ്ഥാനത്തെ, ജനങ്ങളൊരാളെ, ജനങ്ങളൊരു ദിശയെ അംഗീകരിച്ചു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ ഒന്നായാൽ അതാണ് ശരിയാണ്. അതാണ് ഉമ്മത്തുൽ ദലാലത്തിന്മേൽ ഒരുമിച്ച് കൂടുകയില്ല എന്ന് മുത്തനബി 1400 കൊല്ലം പറഞ്ഞിട്ടുള്ളത്. ഉമ്മത്തെ ഏകീകരിച്ചിരിക്കുന്നു. 21-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ മുന്നോട്ട് നയിക്കാൻ, കേരളത്തിന് പുറത്തുള്ള മുസ്ലിം സമുദായത്തെ മുന്നോട്ട് നയിക്കാൻ ദാറുൽ ഹുദക്കും അതിന്റെ സന്തതികൾക്കും മാത്രമേ കഴിയുകയുള്ളൂ എന്ന്. അതായത് പരസ്യം കൊടുത്ത ഫضലിന്റെ പേരിൽ അസൂയപ്പെടാൻ പാടില്ല. ആ ഫضല് ക്രമേണ ഉൾക്കൊള്ളാൻ ശ്രമിക്കും. എന്താ ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നത്, എന്റെ ചിന്താഗതി എന്തോ വക്രത ഉണ്ടോ, കുഴപ്പമുണ്ടോ, ഞാൻ നേരെ ചിന്തിക്കണമല്ലോ എന്ന് എനിക്ക് തോന്നണം. അപ്പൊ ശരിയായി വരും. ഏത് കാര്യം അങ്ങനെയാണ്. അവനോ നന്നാണോ അവനോ തീരുമാനിക്കണം, പിന്നെ കുറച്ചാൻ തീരുമാനിക്കും. അപ്പൊ അൽഹംദുലില്ലാഹ് കേരളത്തിന് പുറത്ത് വിവിധ സ്ഥലങ്ങളിൽ, ആന്ധ്രാപ്രദേശില്, വെസ്റ്റ് ബംഗാളില്, ആസാമില്, കർണാടക സ്റ്റേറ്റിൽ 2 സ്ഥലത്ത് ദാറുൽ ഹുദയുടെ സഹസ്ഥാപനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ ആവേശത്തോടുകൂടി ദാറുൽ ഹുദയുടെ പന്താവിലേക്ക് നടന്നു വരാം. കർണാടകയിലെ 3ാമത്തെ സ്ഥലത്ത് മധ്യ കർണാടകയിലെ ഒരു ആജിയത് 6 ഏക്കറും 16 സെന്റും ദാറുൽ ഹുദയ്ക്ക് തരിക. നിങ്ങളുടെ ദാറുൽ ഹുദ ഉണ്ടാക്കണം. ഈ ഭൂമി ഞാൻ തന്നു കഴിഞ്ഞു, ഇതിലെല്ലാ വരുമാനം ഇന്നു മുതൽ നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞാൽ വരുമാനം എടുക്കാൻ വരണ്ട, ഞാനത് എടുത്തിട്ട് അതിന്റെ പൈസ കളയായിരിക്കും. കേരളീയനല്ല അയാള്. ക്രമേണ ദാറുൽ ഹുദയെ പരിചയപ്പെട്ടു, അതിന്റെ മക്കളെ മനസ്സിലാക്കി, അങ്ങനെ ദാറുൽ ഹുദയുടെ പ്രവർത്തന ലക്ഷ്യം എന്താണെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ മകനാക്കുക ആദ്യം കണ്ട് ബിസിനസ്സുകാരനായ മുനീറിനെ. രണ്ടാമത് അയാൾ വരാം, ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. 6.25 ഏക്കർ ഭൂമി ആൾ ദാറുൽ ഹുദയ്ക്ക് തരികയാണ് സ്ഥാപനം ഉണ്ടാക്കാൻ. അതിനൊക്കെ നിദാനം അൽഹംദുലില്ലാഹ് ഈ സമുന്നതമായ വ്യക്തിത്വമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വളരെ വിനയത്തോടുകൂടി ഒരു അഹന്തയും ഒരു അഹങ്കാരവും ഒരു തൻപോരിമയും ഇതിലില്ല. അള്ളാഹുവിന്റെ ദീനിന് അൽഹംദുലില്ലാഹ് ഇങ്ങനെ അനുകൂല സാഹചര്യം ഉണ്ടായല്ലോ എന്നതിലുള്ള ഒരു സന്തോഷം മാത്രം ഒരു മുഅ്മിനായ അബ്ദ് എന്നുള്ളവർക്ക് മാത്രം ഞാനത് അനുസ്മരിക്കുന്നു. അതുകൊണ്ട് ഉസ്താദുകളുടെ സാന്നിധ്യം, ആത്മീയ സാന്നിധ്യം ഇവിടെയുണ്ട്. ഈ ശാരീരിക സാന്നിധ്യം നഷ്ടപ്പെട്ടതുകൊണ്ട് ഉസ്താദുകളുടെ സ്രോതസ്സുകൾ സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൂടാ എന്നാണ് ദാറുൽ ഹുദ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് 2009 മെയ് മാസം 10-ാം തീയതി ഇവിടെ സമ്മേളനമുണ്ടായപ്പോൾ മജ്ലിസുൽ ഫതാവ വൽ ബുഹൂസ് എന്ന് പറയുന്ന ഒരു സമിതി ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടു. ഉസ്താദുകൾ തന്നെയാണ് പ്രഖ്യാപിച്ചത്. മജ്ലിസുൽ ഫതാവ വൽ ബുഹൂസ് നിരന്തരമായി ഉസ്താദിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മരിച്ചത് കൊണ്ട് നിലച്ചോ? നിലച്ചിട്ടില്ല. മരിച്ചതിന്റെ ശേഷം ഈ 6 ദിവസത്തിനുള്ളിൽ അനേകം ആളുകൾ ഇവിടെ വന്നു. ഉസ്താദില്ലെങ്കിൽ ഉസ്താദിന്റെ ശിഷ്യന്മാരുണ്ടാവും പറഞ്ഞുതരാൻ, അല്ലെങ്കിൽ ഉസ്താദിന്റെ സഹപ്രവർത്തകന്മാരെ മറ്റു ഉസ്താദ്മാരുണ്ടാവും എന്ന് പറഞ്ഞുതരാൻ. ഇന്നലെ ഇവിടെ വന്ന ആളുകൾ നിക്കാഹും ഫസ്ഖും തലാഖും ഈലാവും മറ്റുള്ളതും മറിച്ചതും. ഇന്നലെ വന്ന ആളുകൾ ചോദിച്ചത് പള്ളിന്റെ ഹൗലിന്റെ മുകളിൽ ഞങ്ങൾ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, പള്ളിയാക്കുന്നതിനെ സംബന്ധിച്ച് ചോദിക്കാനാണല്ലോ. പള്ളിയുടെ 2 ഭാഗത്തുള്ള ചെരുവിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇഅ്തികാഫിന്റെ കൂലി കിട്ടുന്നില്ല എന്നാണ് മറ്റു ചിലർ ചോദിച്ചത്. അതിനെന്താ പരിഹാരം? ഉസ്താദിന്റെ പേര് വരികയാണ്. മിനിയാന്ന് വന്നിരുന്ന ആളുകൾ, അതിന്റെ തലേദിവസം വന്നിരുന്നു. ഈ വരുന്ന ആളുകൾക്ക് അവരുടെ യസ്സിറു വലാ തുഅസ്സിറു, മുസ്ലിമീങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ലഘൂകരിച്ചു കൊടുക്കണം. ഉസ്താദിനെ അന്വേഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദാറുൽ ഹുദയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ദാറുൽ ഹുദയുടെ രീതി അതാ. അതുകൊണ്ട് മയ്യിത്തോടെ വന്ന അൽഹംദുലില്ലാഹ് എല്ലാ സംവിധാനങ്ങളുടെ വ്യവസ്ഥാപിതമായി തയ്യാറാക്കിയത്. കാര്യങ്ങൾ വ്യവസ്ഥാപിതമായി ചെയ്യണം. ഖൈറുക്കും മൻ അമില അമലൻ ഫഅത്ഖന, ഖൈറുക്കും മൻ അമില അമലൻ ഫഅത്ഖന. അങ്ങനെ മഹാന്മാരായ ഉസ്താദ്മാരൊക്കെ വന്നു, അവരെ സ്വീകരിച്ചിരുത്തി, അവർക്ക് ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, ചായ കൊടുത്തു, അവർക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തു, എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തു. അതാണ് മുസ്ലിമിന്റെ അദബ്.
പരമാവധി മാന്യമായി ദാർഹുദയുടെ ആളുകൾ അവരെ സ്വീകരിച്ചു ഇരുത്തി. ആരോടെങ്കിലും വല്ല അപമര്യാദയോ എല്ലാ സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ പുറത്തു വരണമെന്ന് ഞാൻ അവരോട് അപേക്ഷിക്കാം, മാപ്പ് അപേക്ഷിക്കാം. ഇത്രയും ആളുകൾ വരുമ്പോൾ എല്ലാവരെയും ശരിയായ രീതിയിൽ സ്വീകരിക്കാൻ കഴിഞ്ഞെന്ന് വരിക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മജ്ലിസുൽ ഫതാവ വൽ ബുഹൂസ് 2009 മെയ് മാസം 10-ാം തീയതി ദാർഹുദ കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് അത് പ്രഖ്യാപിച്ചത് ഉസ്താദാണ്. അപ്പൊ ഇനി മസലകൾ ചോദിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏത് ആലിമ്യങ്ങളിലത്തെ ആളുകൾ പോകാറുണ്ടല്ലോ, അതുപോലെ ഇനിയും ഇവിടെ വരാവുന്നതാണ്. ഉസ്താദിന്റെ ആത്മീയ സാന്നിധ്യങ്ങളുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാൻ ഇവിടെ അതിനൊരു ബോഡിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് അതിന്റെ വിശദവിവരങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളത്. ആ കാര്യം കൂടി സാന്ദർഭികമായി നിങ്ങൾ അറിയിക്കാം. മഹലിൽ നിന്ന് വന്നവരും മഹലുമായി ബന്ധപ്പെട്ട ഉസ്താദന്മാരൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക. അങ്ങനെ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഉസ്താദുകളുടെ ശാരീരിക സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെട്ടുവെങ്കിലും ഉസ്താദുകളുടെ ആത്മീയ സാന്നിധ്യം ഇവിടെയുണ്ട്. ആത്മീയ സാന്നിധ്യം കൊണ്ട് തന്നെ നമുക്ക് ആവേശപൂർവ്വം ആത്മധൈര്യത്തോടു കൂടി തന്നെ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ വലിയ ഉസ്താദന്മാർ നമ്മുടെ സംഘടനാ നേതാക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇൻഷാ അല്ലാഹ് വളരെ ചെറിയ വാക്കുകൾ ആശംസാ പ്രസംഗങ്ങൾ നിർവഹിക്കും. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹാമലെ കബൂൽ ചെയ്യട്ടെ. ദാർഹുദയുടെ പുരോഗതിക്ക് വേണ്ടിയും നമ്മുടെ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ നേട്ടത്തിന് വേണ്ടിയും നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് കൂടി വസിയത്ത് ചെയ്ത് ഉസ്താദുകളുടെ പാരത്രിക പദവികൾ അള്ളാഹു ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. ആമീൻ ദുആ ചെയ്ത് ഉസ്താദുകളെയും നമ്മയും ബന്ധപ്പെട്ട ഭാര്യാസന്താനങ്ങൾ ബന്ധുമിത്രാദികളെയൊക്കെ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ അവന്റെ മഹലായ ഫضل കൊണ്ട് ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. PV അബ്ദുൽ വഹാബ് സാഹിബ് MP നമ്മെ അഭിസംബോധന ചെയ്യുന്നു. അതിനായി ഞാൻ തീർത്ത് ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി. പ്രിയങ്കരായ പണക്കാട് സയ്യിദ് ഹൈദരേശിയാബ് അടക്കമുള്ള വേദിയിലെ സദസ്യന്മാര്, ആലിമീങ്ങള്, ഉമറാക്കള്, ഹുദവികളെ, വിദ്യാർത്ഥികളെ, ഷേഖുന ചെറുശ്ശേരിയുടെ കുടുംബാംഗങ്ങളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല. ജീവിതത്തിൽ തുറന്നു പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരനുഭവമാണ് എനിക്കുള്ളത്. അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുമ്പ് എന്തോ പ്രത്യേക കാരണങ്ങൾ വളരെ അടുത്തിടപെടാൻ സാധിച്ചു. ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിന്റെ തലേ ദിവസം തങ്ങൾ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണാനും അദ്ദേഹത്തിന്റെ ആതിഥ്യം സ്വീകരിക്കാനോ സാധിച്ചു. അത് വലിയ ഒരു കാര്യമായിട്ട് തന്നെ ഇപ്പോൾ കാണുകയാണ്. അന്ന് അദ്ദേഹത്തിന്റെ ലാളിത്യവും ആതിഥ്യ മര്യാദയും ഒക്കെ പ്രകടിപ്പിച്ച സമയമായിരുന്നു. ഞാൻ അദ്ദേഹവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നില്ല. പക്ഷെ അടുത്ത ഒരു 5-8 വർഷം മുമ്പോ മറ്റോ ഒരു കല്യാണത്തിന് അദ്ദേഹം നിക്കാഹ് നടത്തിപ്പെടുന്ന സമയത്തിൽ ഞാനും അന്ന് കടവ് റിസോർട്ടിൽ ഉണ്ടായിരുന്നു. അന്യ ദേശക്കാരിയായ ഒരു പെൺകുട്ടിയെ നമ്മുടെയൊക്കെ ഒരു മൊയ്തു സാഹിബിന്റെ മകൻ കല്യാണം കഴിക്കുന്ന സമയത്ത് അദ്ദേഹം ഇംഗ്ലീഷിൽ നിക്കാഹ കർമ്മം നിർവഹിച്ചപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്തപ്പോഴും അതിനുശേഷം ഒരു ഹുദവിന് മുമ്പ് ഒരു ഖുതുബ പ്രസംഗം നടത്തിയപ്പോഴും അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ്. അപ്പൊ അദ്ദേഹം വളരെ തമാശയിലാണ് ഇതൊക്കെ എടുത്തത്. എനിക്ക് ഇംഗ്ലീഷൊക്കെ, എന്റെ ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് ദാറുൽ ഹുദ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും അനുഭവത്തിൽ
മറ്റ് ഭാഷകൾ പഠിപ്പിക്കുന്ന ഭാഷയുടെ പ്രാവീണ്യം ഹുദവികൾക്കുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. പിന്നീട് ഞാനൊരു ഹുദവിയെ സെക്രട്ടറിയായി വെച്ചപ്പോഴാണ് അത് മുനീർ ഹുദവിയാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെയൊക്കെ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് തങ്ങളുടെ ഒരു റെക്കമെൻഡ് ഉണ്ടായിരുന്ന ഒരു ഹുദവിയെ സെക്രട്ടറി ആക്കണം. എന്റെ MP ആയതിനു ശേഷം അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് സാധാരണ ഉള്ള ചെലവിനേക്കാളും കൂടുതൽ സർക്കാർ തരുന്ന പൈസനേക്കാളും കൂടുതൽ ചെലവഴിച്ചിട്ട് ഒരു ഹുദവിയെ വെക്കാനുണ്ടായ കാരണം. അതുകൊണ്ടുണ്ടായ നേട്ടങ്ങൾ ഒന്ന്, എനിക്ക് ദാറുദയെ പറ്റി കൂടുതൽ അറിയാനും അതിന്റെ പ്രിൻസിപ്പലായിരുന്ന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും സാധിച്ചു. അതിനുശേഷമാണ് ഞാൻ അദ്ദേഹവുമായി വളരെ വ്യക്തിപരമായി കൂടുതൽ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സംസാരിക്കുന്നതും അദ്ദേഹത്തിന്റെ നിലപാടുകളും അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തെപ്പറ്റി തന്നെ അദ്ദേഹം ചെറുതായി ഒരു മണിക്കൂറിനുള്ളൂ. വേറൊരു വിദ്യാർത്ഥിയും കൂടി ഉണ്ടായിരുന്നു ഞങ്ങളവിടെ അടുത്തുള്ള ഒരു ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടന MSFന്റെ പ്രസിഡന്റായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ ചുറ്റുപാടിലാണ് എനിക്ക് കൂടുതൽ അടുക്കാൻ, കൂടുതൽ വ്യക്തിപരമായി അടുക്കാനൊക്കെ സാധിച്ച്. അതിന്റെ പ്രതിഫലനമായിട്ടാകണം ഞാൻ തങ്ങളെ കൂടെ തികച്ചും ആകസ്മികമായി അദ്ദേഹത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു. എന്നെ ക്ഷണിച്ചിട്ടൊന്നുമല്ല, തങ്ങൾ പോണിടത്തേക്ക് ക്ഷണിക്കണ്ട എന്നുള്ള ഒരു പോളിസിയാണ് അതേ ചെയ്യുന്നത്. കുറെ കല്യാണത്തിലും പങ്കെടുക്കലുണ്ട്. ഇന്നിപ്പോ ഒരു പരിപാടിക്ക് വൈകുന്നേരം 4 മണിക്ക് മദ്രസ ഉദ്ഘാടനത്തിന് തങ്ങൾ പോകുന്നുണ്ട് നല്ല വിവരം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരുന്നുണ്ടായിരുന്നപ്പോഴാണ് അതിന് സംഘാടകരെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തങ്ങളൊപ്പം പോകുമ്പോൾ പിന്നെ പ്രത്യേക ക്ഷണത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെ പരിപാടിക്ക് പോയി. അന്ന് എന്റെ പാർട്ടിയുടെ ഒരു വലിയ സമ്മേളനം എന്ന് പറഞ്ഞ ഒരു ക്യാമ്പ് നമ്മുടെ പട്ടിക്കാടിന്റെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പ് അങ്ങനെയാണെന്നൊക്കെ അങ്ങനെ പട്ടള ചിട്ടയില് സാദിഖലി തങ്ങൾ പറഞ്ഞ് അത് നടത്തുന്ന സമയത്താണ് തങ്ങൾ പറഞ്ഞത് എന്തായാലും വേണ്ടില്ല, നമുക്ക് അവിടെ പോകണം. അങ്ങനെ ഞാനും പോയി. ചെന്നപ്പോഴാണ് ഞാനന്ന് അത്ഭുതപ്പെട്ടു പോയി. കാരണം അദ്ദേഹം എന്റെ പിന്നിൽ നിന്നിട്ട് ഭക്ഷണം എനിക്ക് വിളമ്പി തരാനൊക്കെ ഉണ്ടായ കാരണം അത്ര വലിയൊരു പണ്ഡിതൻ സാധാരണഗതിയിൽ കുറച്ചുണ്ടാകുമ്പോൾ നമുക്കറിയാം എങ്ങനെയായിരിക്കും എല്ലാവരും പെരുമാറുക എന്നുള്ളത്. അപ്പൊ ഞാന് മുമ്പേ തന്നെ പെരുമാറുണ്ട്. അന്ന് ഞാനും കാണുമ്പോൾ ഞാനും ഒരു ഗൗരവത്തിലുള്ള ആള്, പണ്ഡിതനാണ്. സ്വാഭാവികമായി പണ്ഡിതന്മാരെ കാണുമ്പോൾ നമ്മള് പറ്റ ചെറുതാവും എന്നുള്ളത് നമുക്ക് തന്നെ അറിയാലോ. നമുക്ക് ഒന്നും അറിയാത്ത പാമരന്മാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അദ്ദേഹം അന്ന് ചെയ്ത സംഗതി, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ദാറുൽ ഹുദയിൽ വന്നു. ദാറുൽ ഹുദയിൽ പിന്നീട് എന്നെപ്പറ്റി പറഞ്ഞു എന്ന് അറിഞ്ഞു. അത് ശരിയായിരിക്കാം എന്ന് വിചാരിക്കും. ഇവിടെ തന്നെയാണ് പറയണത്. അദ്ദേഹത്തിന് ഇംഗ്ലീഷിന് ക്ലാസ് പറഞ്ഞിരുന്നതാണ്. അപ്പൊ ക്ലാസ് പറഞ്ഞ ഞാൻ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിനെ പറ്റി പറഞ്ഞ സംഗതിയായിരുന്നു പറഞ്ഞത് തോന്നുന്നുണ്ട്. ഏതായാലും അദ്ദേഹം എന്നെ ഒക്കെ സ്മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് അറ്റാക്ക് ഉണ്ടോ അദ്ദേഹം അങ്ങനെയുള്ളൊരു മഹാന്റെ വായിൽ നിന്ന് അബ്ദുൽ വഹാബ് എന്നൊരു പേര് ചരിച്ച് നിങ്ങളെല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കണം. കൂടുതലായിട്ട് സംസാരിക്കേണ്ട ചുറ്റുപാട് അല്ലാണ്ടായിരുന്നു. നമ്മള് സുതാര്യമായിരുന്നു. ഇതെല്ലാവർക്കും അറിയാം. ഇവിടെ വന്നിട്ട് പറയേണ്ട പ്രത്യേക കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതും ഞാൻ പറഞ്ഞ ആദ്യമാണ്. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം ഉണ്ടാകാറില്ല. പലപ്പോഴും ഉമറലി ശിഹാബ് തങ്ങളുടെ പരിപാടിയിലും ശിഹാബ് തങ്ങളുടെ പരിപാടിക്കും ഞാൻ പങ്കെടുത്തിരുന്നു. പക്ഷെ അന്ന് മൗലൂദ് കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തിയിരുന്നത്. അതുകൊണ്ട് ഞാൻ ചിലപ്പം ഉണ്ടാക്കുമ്പോൾ പലർക്കും സംശയമൊന്നും വഹാബിൽ എനിക്ക് അറിയാത്തോണ്ടാണ്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ എന്നെ ശ്രദ്ധിച്ച ആൾക്കാർക്ക് പ്രത്യേകിച്ച് തൊപ്പിയിട്ടത് എല്ലാം പ്രത്യേകത 99.99 ക്യാമറാമാനെ മാത്രമേ അല്ലാത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട്
അദ്ദേഹത്തിന്റെ ഈ പരിപാടിയിൽ, അദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് എന്നെ ഇതിനനുഭവിച്ച ബഹാവുദ്ദീൻ രേഖപ്പെടുത്തുന്നു. കാരണം ഇതിന്റെ ജീവാത്മാവും പരമാത്മാവും നമ്മളൊക്കെ മലയാള ഭാഷയിൽ പറഞ്ഞ അർത്ഥത്തിലോ വേറെ അർത്ഥത്തിലൊന്നല്ല. ഈ ബാവുട്ടിയാജിയും അദ്ദേഹം മരിച്ചെങ്കിലും അവരുടെ ചൈതന്യം അത് ഒരു മാൻഡലായി സൂക്ഷിക്കാൻ ബഹാവുദ്ദീൻ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർക്ക് കഴിയും എന്നുള്ള സംഗതി വളരെ ഉറപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനം നഷ്ടപ്പെട്ട, അതിനു മുമ്പ് നഷ്ടപ്പെട്ടപ്പം സ്വാഭാവികമായി അന്ന് എനിക്ക് ഇത്രത്തോളം കൂടുതൽ ബന്ധമില്ല. അതിനുശേഷം വന്ന ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദിന് സാധിച്ചു. അതുപോലെയുള്ള നേതൃത്വം ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ സഹായത്തങ്ങൾ മരിച്ചപ്പോ എന്റെ പ്രസ്ഥാനത്തിനുണ്ടായ ആ സമയത്ത് നമ്മളൊക്കെ ഭയപ്പെട്ടിരുന്ന ആ ഭയം അസ്ഥാനത്താകുന്ന രൂപത്തിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് അത് നിർവഹിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ബന്ധങ്ങളും അതുമായി ആകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ നാട്ടുകാരെ നോക്കും, കുട്ടികളെ നോക്കൂല. അങ്ങനെയാണ് സാധാരണ കാണുന്നത്. കുട്ടികളെ അങ്ങനെയൊക്കെ പോലെ മഹാനായ ഗാന്ധിജിയുടെ കുട്ടികളെ ചിത്രങ്ങൾക്ക് അറിയായിരിക്കും. എല്ലാം ബെഡക്കായിട്ടാണ് പോയിട്ടുള്ളത്. കാരണം കുട്ടികളെ നോക്കല്ലായിരുന്നു, എല്ലാം നാട്ടുകാരെ നോക്കി. പക്ഷെ ഇത് സ്വന്തം കുട്ടികളെ സമൂഹത്തിന് അതിന് മാതൃകയായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പാണക്കാട് പൂക്കോയത്തങ്ങൾ അവർകളെയാണ്. കാരണം തന്റെ മക്കളൊക്കെ എല്ലാവരും ഒന്നൊരു പേടില്ലാതെ സമൂഹത്തിന് വേണ്ടി തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവർത്തിച്ച് മരിച്ച നമ്മുടെ മഹാനായ തങ്ങളവറുകളും അതേമാതിരി സഹോദര ഉമർ ശിഹാബ് അവരൊക്കെ വളരെ അടുത്ത് പെരുമാറാൻ സാധിച്ചു. അതൊക്കെ ഒരു ഭാഗ്യമായി കരുതുന്നു. ബാക്കിയുള്ള 3 ആൾക്കാർ ഉണ്ട്, അവരെ മുമ്പിൽ നിർത്തി പറയുന്നില്ല. അങ്ങനത്തെ ഒരു പാപ്പയാകുക എന്നുള്ളതിന് വലിയ കാര്യമാണ്. അതിന്റെ മക്കളും അദ്ദേഹത്തിന്റെ അതേ മാർഗത്തിലല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആ മാതൃക അല്ലെങ്കിൽ അദ്ദേഹം ജീവിതത്തെ ഈ ലോകം സമ്മാനിച്ച ആ ചൈതന്യം നഷ്ടപ്പെടാത്ത രൂപത്തിൽ അവർ ആകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടും അതോടൊപ്പം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞിരിക്കുന്നു.